വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളിൽ ആവശ്യപ്പെട്ടു. തീപിടുത്തത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാരികൾക്ക് സംഘടനയുടെ സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഒരു വ്യാപാര സ്ഥാപനത്തിലുണ്ടായ അഗ്നിബാധ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുവാൻ കാരണം അഗ്നിരക്ഷാസേനയുടെ അനാസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിലെ KRS ബിൽഡിംഗിന് തീപിടിച്ചത്. സംഭവത്തിൽ 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചതിലൂടെ കോടികളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സണ്ണി പൈമ്പിള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയായി വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട ധനസഹായം ലഭ്യമാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളി ആവശ്യപ്പെട്ടു. ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് ഉപേക്ഷ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം വന്ന ഫയർഫോഴ്സിന്റെ വണ്ടിയിൽ വേണ്ടത്ര വെള്ളം കരുതിയിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവർ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ കാലതാമസം വരികയും ചെയ്തു. പിന്നീട് രണ്ടാമത് കട്ടപ്പനയിൽ നിന്ന് വന്ന രണ്ടാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടും തീ അണയ്ക്കാൻ പറ്റാതെ വരികയും ആദ്യം ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീ വ്യാപകമായി പടർന്ന് 5-6 കടകളിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഏതാണ്ട് നേരം വെളുത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 3ാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് വന്നത്. 2:10 മുമ്പ് വെളുപ്പിന് 2:10 മുൻപ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എന്നാണ് വണ്ടിപ്പെരിയാറിലെ വ്യാപാരി നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ പോലീസ് അടക്കം വളരെ കാലതാമസം വരുത്തിയാണ്, പോലീസ് മാത്രമല്ല ഫയർഫോഴ്സിന്റെ വാഹനം അടക്കം വലിയ കാലതാമസം വരുത്തിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഒരു സ്ഥാപനത്തിൽ നിന്നും ആരംഭിച്ച അഗ്നിബാധ ശ്രദ്ധയിൽപ്പെട്ടയുടൻ അഗ്നിരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ പെരുമേട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റുകളെത്തി തീയണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫയർ എഞ്ചിനുകളിലെ ജലത്തിന്റെ കുറവ് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ഇവർ വെള്ളം ശേഖരിച്ച ശേഷമാണ് തീ അണയ്ക്കുവാൻ തുടങ്ങിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വീഴ്ചകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചതെന്നും ആയതിനാൽ ടൂറിസം മേഖല കൂടിയായ വണ്ടിപ്പെരിയാറിലോ കുമളിയിലോ അടിയന്തരമായി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്നും സണ്ണി പേമ്പിള്ളി ആവശ്യപ്പെട്ടു. കുമളി വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നത് വലിയ ടൂറിസം സെന്ററുകളാണ്. കുമളിയിൽ ദിവസം തോറും 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്നു. ശബരിമല സീസണിലൊക്കെ ധാരാളം ആളുകൾ വന്ന് പോകുന്ന ഒരു ഇടത്താവളം പോലെയാണ് വണ്ടിപ്പെരിയാർ. മാത്രമല്ല എസ്റ്റേറ്റ് ഏരിയ ആയതുകൊണ്ട് 1000-കണക്കിന് തൊഴിലാളികളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഫയർ സ്റ്റേഷനുള്ള കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ നിന്നും ഇപ്പോൾ ഇവിടെ ഒരു ഫയർ വണ്ടി വരണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറോളം സമയം ചുരുങ്ങിയതെടുക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ഒന്നെങ്കിൽ കുമളിയിൽ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറ്റിൽ ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. വണ്ടിപ്പെരിയാറിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ അഗ്നിബാധ ഉണ്ടായ സമയത്ത് 2:10 അധികൃതരെ വിവരമറിയിക്കുകയും പീരുമേട് അഗ്നിരക്ഷാനിലയത്തിൽ ധരിപ്പിച്ചതുമാണ്. എന്നാൽ തീയണയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കരുതാതെയാണ് ഫയർഫോഴ്സ് സംഘം എത്തിയതെന്നാണ് ആരോപണം. ഫയർഫോഴ്സിന്റെ അനാസ്ഥയാണ് വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിക്കുവാൻ കാരണമായതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S. അൻപുരാജ് പറഞ്ഞു. 1:59 ആദ്യത്തെ ഫോൺ പറഞ്ഞ് 2 മണിക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു വീട്ടിൽ പോയി കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കുടുംബം പറഞ്ഞിട്ട് ഇപ്പോൾ അവർ നേരത്തെ കടയ്ക്ക് പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഞാൻ 2:02 പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. 2:02 പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പെട്ടെന്ന് നേരെ തന്നെ സ്പോട്ടിൽ വന്നു. അന്നേരം കടയുടെ പുറകിൽ ചെറുതായിട്ട് ഒരു തീ മാത്രമേ കത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ 2 കടയിലെ അപ്പുറത്തുള്ള ഒരു പയ്യൻ ഒരു 5-6 ബക്കറ്റ് വെള്ളം ഒളിച്ചിട്ട് നിന്നില്ല. അത് കഴിഞ്ഞ് അങ്ങ് ചെറുതായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഫയർഫോഴ്സിൻ്റെ ആദ്യ വണ്ടി വരുന്നത്. അത് വന്നിട്ടും ആവശ്യമുള്ള വെള്ളമില്ല, അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ വെള്ളം ഒഴിക്കുന്നതോടെ തീയുടെ സ്പീഡ് കൂടുക. അത് കഴിഞ്ഞ് എനിക്കങ്ങ് പേടിയായത് കൊണ്ട് അത് കഴിഞ്ഞ് MLA വിളിച്ചു. MLA പറഞ്ഞ് അത്യാവശ്യം മറ്റേ കട്ടപ്പന ചെന്ന വണ്ടിയെ വിടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും എനിക്ക് തൃപ്തിയായില്ല. അതുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇടുക്കി SP ആയിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഏർപ്പാട് പിന്നെയും ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. അഗ്നിക്കിരയായ 6ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്ന അരുൺ എന്റർപ്രൈസസിലാണ്. ഏകദേശം 60 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ്
അരുൺ എന്റർപ്രൈസസ് ഉടമ എസ് അരുൾരാജ് പറഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ്, യൂണിറ്റ് സെക്രട്ടറി റിയാസ് അഹമ്മദ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.